നമുക്ക് ഈ ഭാഗത്ത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇങ്ങോട്ട് നോക്കൂ, താഴോട്ട് നോക്കൂ. ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ദ മോഡൽ ഓഫ് ഓപ്ഷൻ എ ജർമ്മൻ പാർലമെൻറ്റ്, സെക്കൻഡ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്, സി അമേരിക്കൻ കോൺഗ്രസ് ആൻഡ് ഡി ഫ്രഞ്ച് പാർലമെൻറ്റ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മുടെ പാർലമെൻറ്റ് ഏത് മോഡലിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ചോദിച്ചത്. അതിൽ നമുക്കറിയാം നമ്മളുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പാർലമെൻറ്റ് പ്രൈമർലി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. ഹൂ എമംഗ് ദ ഫോളോയിങ് ഹാഡ് ദ ഷോർട്ടസ്റ്റ് സ്പാൻ ഓഫ് ഹിസ് ഇൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഇരുന്ന ആൾ ആരാണെന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ബി ചൗധരി ചരൺ സിംഗ്, ഓപ്ഷൻ സി ചന്ദ്രശേഖർ, ഓപ്ഷൻ ഡി HD ദേവഗൗഡ. ഈ 4 ഓപ്ഷൻസും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലിരുന്ന പ്രധാനമന്ത്രിമാർ തന്നെയാണ്. അതിലേറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലിരുന്നത് ആര് എന്നതാണ് ഇവിടുത്തെ ചോദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ ഉത്തരം ശരിക്ക് ചൗധരി ചരൺ സിംഗ് എന്നാണ് എൻ്റെ ഉത്തരം. കാരണം അദ്ദേഹം 28 ജൂലൈ മുതൽ 14 ജാനുവരി 1980 വരെ മാത്രമേ അവിടെ ഇരുന്നിട്ടുള്ളൂ. അതായത് 28 ജൂലൈ 1979 മുതൽ 14 ജാനുവരി 1980 വരെയുള്ള വളരെ ചെറിയ കാലഘട്ടത്തിൽ മാത്രമേ അദ്ദേഹം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഇവിടെ തന്നെയുള്ള ലാൽ ബഹദൂർ ശാസ്ത്രീനെ എടുത്ത് നോക്കിക്കേ. അദ്ദേഹം 9 ജൂൺ 1964 മുതൽ 11 ജാനുവരി 1966 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ചന്ദ്രശേഖർ അത് 10 നവംബർ 1990 മുതൽ 21 ജൂൺ 1991 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ദേവഗൗഡ 1 ജൂൺ 1996 മുതൽ 21 ഏപ്രിൽ 1997 വരെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് കാലഘട്ടത്തിൽ ഇരുന്നത് ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് does not fall under the jurisdiction of the apex court of India? ഇന്ത്യയുടെ അപ്പെക്സ് കോർട്ടിൽ ജുറിഡിക്ഷന് വരാത്തത് ഏത്? ഡസ് നോട്ട് ഫോൾ അണ്ടർ. ഇതിൻ്റെ തൈ കൊടുത്തിരിക്കുന്ന 4 ഏതാണ് അതിൽ വരാത്തത്? ഓപ്ഷൻ 1 ഒറിജിനൽ ജുറിഡിക്ഷൻ, പിന്നെ അപ്പലേറ്റ് ജുറിഡിക്ഷൻ, കൊളീജിയറ്റ് ജുറിഡിക്ഷൻ ആൻഡ് അഡ്വൈസറി ജുറിഡിക്ഷൻ. ഇതിലേത് ജുറിഡിക്ഷനാണ് ഈ അപ്പെക്സ് കോർട്ടിൻ്റെ പരിഗണനയിൽ വരാൻ സാധ്യമല്ലാത്തത്? ഓക്കെ, അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒറിജിനൽ ജുറിഡിക്ഷനും അപ്പീൽ കൊടുക്കുന്നതും അതുപോലെ അഡ്വൈസറി ജുറിഡിക്ഷനും ഇതെല്ലാം നമുക്ക് അപ്പെക്സ് കോർട്ടിൽ പോയിട്ട് നമുക്ക് അപ്പീൽ കൊടുത്ത് കറക്റ്റ് ചെയ്യാം. പക്ഷേ ഈ കൊളീജിയറ്റ് ജുറിഡിക്ഷൻ എന്ന് പറയുന്നത് ആ സെക്ഷനിലൊന്നും വരുന്ന ഒന്നല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? താഴെ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്ന്? ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ ഏതാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. സെക്കൻഡ് വൺ ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ഈ 4 എണ്ണം കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അല്ലാത്തത്? ഓക്കെ, ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതും കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അതും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്ന് പറയുന്ന ഒന്ന് ആൾറെഡി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തതാണ്. സോ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, UPSC അതാണ്, സ്റ്റേറ്റ് PSC ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഇതെല്ലാം ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ്.
പിന്നെ അതുപോലെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്ട് മുഖേന നടപ്പാക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഭരണഘടനയല്ല, ഇന്ത്യൻ പാർലമെൻറ്റ് ബൈ ആക്റ്റിൽ ഉണ്ടാക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. ഉദാഹരണം നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഉണ്ട്. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡികളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. ദ എലക്ഷൻ ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഹെൽഡ് ഇൻ 2019 കോൺസ്റ്റിറ്റ്യൂട്ട് 14th ലോക്സഭ, 15th ലോക്സഭ, 16th ലോക്സഭ ആൻഡ് 17th ലോക്സഭ. അതായത് ചോദ്യം ഇതാണ്, 2019 നടന്ന ഇലക്ഷനിൽ നമ്മുടെ ഏത് ലോക്സഭയിലേക്കുള്ള എം പിമാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. 14ാമത്തെ ലോക്സഭയാണോ, 15ാമത്തെ ലോക്സഭയാണോ, അതോ 16ാമത്തെ ലോക്സഭയാണോ എന്നതാണ് ചോദ്യം, അതോ 17ആണോ? ആക്ച്വലി ദ കറക്റ്റ് ആൻസർ ഈ 17th ലോക്സഭ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ഈ ചോദ്യാൻസർ നിങ്ങൾ പഠിക്കുക. അടുത്ത ഭാഗത്തിൽ ഞാൻ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ